ലോക്സഭയിലെ സീറ്റെണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ വരികയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ, കേന്ദ്രഭരണ നിയമ ഭേദഗതി എന്നിങ്ങനെ 3 ബില്ലുകളാണ് കേന്ദ്രം കൊണ്ടുവരുന്നത്. 3 ബില്ലിനെയും എതിർത്ത് വോട്ട് ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ചർച്ചയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചേക്കും. വിനീത വേണു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് വനിതാ സംവരണം നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി പ്രതിപക്ഷ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. പാർലമെന്റിൽ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. 360 എന്നുള്ള ഒരു അംഗ ബലം ഈ ബില്ല് പാസ്സാകാൻ വേണമെന്നിരിക്കെ ഈ ബില്ല് പാസ്സാകാനുള്ള സാധ്യത ഇപ്പോൾ മങ്ങി നിൽക്കുന്നു എന്ന് വേണമോ കരുതാൻ? ഗുഡ് മോർണിംഗ് ഷിയാസ്, ആര്യ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭയിൽ ഇന്നും നാളെയും ഇത് സംബന്ധിച്ച നിർണായക ചർച്ചകൾ നടക്കുന്നു എന്നാണ്. ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ബിൽ എന്ന് പറയേണ്ടി വരും. ഈ ബില്ല് ലോക്സഭ കടന്നാൽ മാത്രമേ രാജ്യസഭയിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ നിലവിൽ 3-2 ഭൂരിപക്ഷം ലഭിച്ചേക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ലോക്സഭാ സീറ്റുകൾ 850 ഉയർത്തിക്കൊണ്ട് വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ ഉള്ള തീരുമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി തന്നെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് തീരുമാനം. 2029 വീണ്ടും അധികാരത്തിലെത്താനുള്ള വഴി തേടുകയാണ് കേന്ദ്രം എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. മാത്രമല്ല, ദക്ഷിണേന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും എന്നത് സംബന്ധിച്ചും കൃത്യമായി തന്നെ നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആകെ സീറ്റുകളുടെ എണ്ണം 850 ഉയരും എന്നതാണ്. ഓരോ സംസ്ഥാനത്തിനും എത്ര വീതം സീറ്റുകൾ കൂടും എന്നത് ചർച്ചകൾക്ക് ശേഷം നിശ്ചയിക്കാം എന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശമായി വരുന്നത്. അംഗങ്ങളുടെ ആകെ സംഖ്യ പകുതിയായി ഉയർത്താനാണ് ബില്ലിലെ നിർദ്ദേശം. എന്നാൽ ഓരോ സംസ്ഥാനത്തും എത്ര കൂടും എന്നത് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങളൊന്നും തന്നെ ഈ ബില്ലിലില്ല എന്നത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഒരു സമവായം എന്ന നിലയ്ക്ക് 50% സീറ്റ് വർധന എന്നൊരു ഫോർമുല കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ഇപ്പോൾ ലോക്സഭാ സീറ്റുകൾ 20 അത് 30 ഉയരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത്തരം പൊടിക്കൈകളൊന്നും വേണ്ട എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ശക്തമായി തന്നെ ഈ വിഷയം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇതിനെ വലിയ അനീതിയായി കണക്കാക്കുകയും ചെയ്യുന്നത്. DMK ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ തന്നെയും വലിയ പ്രതിഷേധമാണുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്നെ സംസാരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വനിതകളെ ശാക്തീകരിക്കുകയല്ല സർക്കാർ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കൂട്ടി അധികാരത്തിലെത്താനുള്ള നീക്കത്തെ ഏതു വിധേനയും ചെറുക്കും എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുക്കുന്നത്. ഏതായാലും പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രക്ഷോഭത്തിന് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി വീണ്ടും എത്തുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു നീക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ എല്ലായിടത്തും. കേരളമായാലും തമിഴ്നാടായാലും ഈ കർണാടകയായാലും തെലങ്കാനയായാലും ഒക്കെ തന്നെയും ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തിനെതിരായ ഒരു പോരാട്ടത്തിനുള്ള വഴി ഒരുങ്ങുകയാണോ എന്നതുകൂടി നിർണായകമാണ്. പക്ഷേ വളരെ കരുതലോട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ നിലപാടെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ നേതാക്കളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ലോക്സഭ കടന്നാൽ മാത്രമേ ശനിയാഴ്ച രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ കഴിയൂ. നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭ കടക്കില്ല, പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നാൽ എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ചരിത്രമാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ പോലും അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നതാണ്. തീർച്ചയായും വിനീത വേണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ സഖ്യം ഒറ്റക്കെട്ടായി രംഗത്തേക്ക് എത്തുമ്പോൾ അപ്പോൾ ഈ സാഹചര്യത്തെ മറികടക്കാൻ ഇനി BJP ഏത് തരത്തിലുള്ള മറുതന്ത്രം മെനയും എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നുണ്ട്. നിർണായകമായ ചർച്ചയാണ് ഈ 2 ദിവസം ഇനി നടക്കാൻ പോകുന്നത്.